ബൾക്ക് എടുത്തു. ഞങ്ങൾക്ക് ഫസ്റ്റിലൊക്കെ റിട്ടേൺ പേയോട്ടൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ എടുത്തു. അവർ ഞങ്ങളോട് ബൾക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ്. ഹലോ, എൻ്റെ പ്ലേസ് വരുന്നത് മലപ്പുറം. നമ്മൾ ജോബ് വാക്കൻസി അതിനകത്തുമാണ് നമ്മൾ ജോബ് വാക്കൻസി കാണുന്നത് ഇവോക്ക കമ്പനിയുടെ. നമ്മൾ അങ്ങനെ ഇവോക്ക കമ്പനി ആ ഒരു അപ്ലിക്കേഷൻ അയച്ചു. നമ്മൾ അപ്ലിക്കേഷൻ 6,000 അങ്ങനെ എല്ലാ ബൾക്കിലും 6,000 വന്നിരുന്നത്. അപ്പോൾ അതിന് കൂടെ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ഒരു 6,000 രൂപ ബൾക്ക് എടുത്തു. അത് ഇൻവെസ്റ്റ് ചെയ്തു. അത് പറഞ്ഞ ഡേറ്റ് കിട്ടി, കുറച്ച് കിട്ടാലും കിട്ടി. എല്ലാവർക്കും നമസ്കാരം. ചില നാറുകൾക്ക് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് തിന്നാൻ മാത്രമേ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ നീയും നിന്റെ കുടുംബം തിന്നുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ മൂഞ്ചും, നിന്റെ കുടുംബവും മൂഞ്ചും. ഉള്ള കാര്യം തീർച്ചയാക്കി പറയാം. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നേരെ ചോ പണിയില്ല, എന്നാൽ വല്ല പണിക്കും പോയാൽ നേരെ ചോ പൈസ കിട്ടത്തില്ല, ശമ്പളവും ഇല്ല, ഒരു തേങ്ങയില്ലാതെയാണ് ഇവിടെ ഇന്നത്തെ യുവാക്കളും യുവതികളും ഒക്കെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവർ ഈ ഓൺലൈൻ വഴിയൊക്കെ പല ജോബുകളും കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ പലതും തേടാറുണ്ട്. ഞാനും ഒരു സമയത്തൊക്കെ ഓൺലൈനിൽ ഒരുപാട് ജോബും കാര്യങ്ങളൊക്കെ നോക്കി തേഞ്ഞൊട്ടിയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് വൻ ഒരു തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. കോടികളുടെ തട്ടിപ്പാണ്. ഇത് നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നാളെ നിങ്ങളും ഇതേ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു തട്ടിപ്പിൽ നിങ്ങളും നാളെ പെട്ടേക്കാം. അതുകൊണ്ട് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഒരുപാട് സ്ത്രീകൾ രംഗത്തടക്കം വന്നിട്ടുണ്ട്. പേഴ്സണലി എന്നെ ഒരു കുട്ടി കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. അതുപോലെ ഈ തട്ടിപ്പ് നടത്തിയതിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് വഴിയിട്ട് എന്തോ ആണ് ഇവർ ഈ ജോബിലൊക്കെ കയറിയിട്ടുള്ളത്. അല്ല, ഒന്നാം തരം ഫ്രോഡ് സാധനമാണ്. ഇവോക്ക എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി നടത്തുന്നത്. ഇവന്മാർ നല്ല ഒന്നാം തരം ഫ്രോഡാണ്. ഹസ്ബൻഡ് വൈഫും ഒക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഒന്നാം തരം ഉടായ്പ നാറിയ ടീംസാണ് ഇത്. എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടാലും ഒരുപാട് പേർക്ക് പൈസ നഷ്ടമായിട്ടുണ്ട്. ഇവന്മാർ കോടികളടക്കം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ഇവർ കോടികളടക്കം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പൈസ വാരി എറിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് പൈസ എറിഞ്ഞാൽ മതി, ജാമ്യവും കാര്യങ്ങളും കിട്ടി പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ കേസ് ആ രീതിയിൽ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് നല്ല ഉറപ്പുണ്ട്, കുറേ മൂഞ്ചിച്ചാലും അതിൽ നിന്ന് കുറച്ചെടുത്ത് കേസിന് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി ഇവന്മാർ നൈസായിട്ട് ഊരിപ്പോകും എന്നുള്ളൊരു ബോധ്യവും ഇവന്മാർക്കുണ്ട്. ഇതുപോലെയാണ് എല്ലാ തട്ടിപ്പ് നടത്തുന്നവന്മാരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ മുന്നേയും ഒരുപാട് തട്ടിപ്പ് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്തും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവന്മാർ വൻ കോടികൾ തട്ടിയതിനു ശേഷം അതിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ വാരി കേസിന് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. പക്ഷെ ഇതുപോലത്തെവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലത്ത് പുറലോകം കാണാത്ത രീതിയിൽ അങ്ങ് അടച്ചങ്ങ് ഇട്ടണം. പിന്നെ അവൻ്റെ അമ്മയുടെ കാലത്ത് അവൻ പുറത്തിറങ്ങരുത്. ആ രീതിയിലായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ടിപ്പുകളും ഉടായ്പകളും ഇനിയും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. എന്താണ് വിഷയമെന്ന് നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. കുമാർ, കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ പല കോളേജുകളിലും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ എത്തി അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ ഡേറ്റ സ്വീകരിച്ച് പിന്നീട് അവർക്ക് ഫ്രീ ഇന്റേൺഷിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തങ്ങളുടെ കമ്പനിയിലേക്ക് വിദ്യാർത്ഥികളെ അടുപ്പിക്കുകയും പിന്നീട് അവരെ കമ്പനിയിൽ നിക്ഷേപം നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരിൽ നിന്ന് വലിയ തുകകൾ സ്വീകരിക്കുകയും അതിന്റെ ഇരട്ടി ലാഭം നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ഇതേ തുടർന്ന് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമായിരുന്നു ഇവോക്ക എഡ്യൂടെക് എന്ന കമ്പനി ചെയ്തതെന്നാണ് നിലവിൽ ആരോപണങ്ങൾ ഉയരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് മലപ്പുറത്തെത്തി രമിത്ത് എന്ന ഈ കമ്പനിയുടെ നടത്തിപ്പുകാരനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. രമിത്ത് ഏതായാലും ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് അഫ്താബ് എന്ന മലപ്പുറം സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകളാണ് ഇതിനോടകം നമുക്ക് തന്നെ ബൈറ്റുകളും മറ്റുമായി പരാതികൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഘം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖല, വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ തന്നെ അങ്ങേയറ്റം മലീമസമാക്കുന്ന രീതിയിലായിരുന്നു നടപടികൾ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇയാളുടെ ഭാര്യയായിരുന്ന രവിത്തിന്റെ ഭാര്യയായിരുന്ന ചിഞ്ചു KS എന്ന വ്യക്തിയെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചിഞ്ചു KS ആണ് ഈ ഇവോക്ക എഡ്യൂടെക് എന്ന കമ്പനിയുടെ പ്രധാനമായ നടത്തിപ്പുകാരി. അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഓതറൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചിഞ്ചു KS ആണ്. ഈ ചിഞ്ചു KS പരാതി ഉയർന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ചിഞ്ചു KSും ഇതിൽ പെടുന്ന ടീമാണ്. പക്ഷേ ഈ കമ്പനി ഇവന്റെ പേരിലായതുകൊണ്ട് ഇവനാണ് ഇപ്പൊ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം അവന്റെ തലയിലായിട്ടുണ്ട്. ചിഞ്ചു കേസ് നൈസായിട്ട് ഊരി നിൽക്കുകയാണ്. അവളുടെ പേരിലല്ലല്ലോ കമ്പനി, അതുകൊണ്ട് അവർക്ക് നൈസായിട്ട് ഊരി നിൽക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രംഗത്ത് വന്നിട്ടുള്ള കുറച്ച് പെമ്പിള്ളാരുടെ പയ്യന്മാരുടെ ഒക്കെ വീഡിയോസ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. നിങ്ങൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കണം. എത്ര രൂപയോളം അവർക്ക് നഷ്ടമായെന്നും എത്ര ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് പോയെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്തെങ്കിലും 10 പൈസ ഉണ്ടാക്കി ജീവിതം മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മൂഞ്ചിച്ച് ജീവിക്കുന്ന കുറെ പരനാറുകൾ എന്ന് തന്നെ ഞാൻ പറയും. ഹലോ, എൻ്റെ പ്ലേസ് വരുന്നത് മലപ്പുറം. നമ്മൾ ജോബ് വാക്കൻസി അതിനകത്തുമാണ് നമ്മൾ ജോബ് വാക്കൻസി കാണുന്നത് ഇവോക്ക കമ്പനിയുടെ. നമ്മൾ അങ്ങനെ ഇവോക്ക കമ്പനി ആ ഒരു അപ്ലിക്കേഷൻ അയച്ചു. നമ്മൾ അപ്ലിക്കേഷൻ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ സൗമ്യ പറഞ്ഞ ഒരാൾ കണക്ട് ചെയ്തു. അവരുടെ ഒരു
ടീമിലുള്ള ഒരു എംപ്ലോയി നമ്മളെ കണക്ട് ചെയ്തു സൗമ്യ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഫ്രഷേഴ്സ് ആണിച്ചാൽ 17K അതല്ല എന്തെങ്കിലും ഒരു സ്ട്രീമിൽ എക്സ്പീരിയൻസ് ഉണ്ടെച്ചാൽ 25K ആയിരുന്നു അവർ പറഞ്ഞിരുന്ന എമൗണ്ട് സാലറി പാക്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവർ നമ്മളൊരു ഗ്രൂപ്പിലോട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. ജോയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു 3 ഡേയ്സിൻ്റെ നമുക്കൊരു ഓൺലൈൻ ത്രൂ ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരിക്കും, അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു ഷീനി പറഞ്ഞ ഒരാൾ നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്, മാൻഡേറ്ററി ആയിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 3 ഡേയ്സിൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്തു. ട്രെയിനിങ് സെക്ഷനിൽ അവർ പറഞ്ഞിരുന്നത് നമുക്ക് ടീം മാനേജർ പൊസിഷനിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുക, സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ എടുക്കുകയാണെന്നാണ് നമ്മളെ മെയിൻ ജോബ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് 1 to 10 10 വരെ അഡ്മിഷൻസ് 8 to 10 അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക 25K അതല്ല 8 ഒന്നും നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പെർ ഹെഡിന് 950 rupees വെച്ചിട്ടായിരുന്നു അവരുടെ എമൗണ്ട്. പിന്നെ അവർ ലാസ്റ്റ് ഒരു 3 ഡേയ്സിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ അവർ ഒരു ബൾക്ക് പറഞ്ഞൊരു സംഭവത്തെ വെച്ച് നമ്മളെ പരിചയപ്പെടുത്തി. ബട്ട് അത് നമുക്ക് എടുക്കാൻ ഇഷ്ടം മാത്രം എടുത്താൽ മതി എന്നൊക്കെയായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ലീഡ്സ് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ജോബിലോട്ട് കയറുന്നതും ഓഫർ ലെറ്റർ വരികയും ചെയ്യുന്നത്. അഞ്ജന അതുപോലെ വിശ്വ ഇവർ 3 ആളുമായിരുന്നു. ഇതിൽ ഹെഡ് വരുന്നത് അഞ്ജന രമിത്താണ് ഹെഡ് വരുന്നത്. ഇതിൽ വരുന്നത് അഞ്ജിത നമുക്കൊരു ട്രെയിൻ സെക്ഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ്. വിശ്വ പറഞ്ഞ ഒരാൾ നമുക്ക് ട്രെയിൻ സെക്ഷനിൽ നമ്മളെ ലീഡ് ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് ട്രെയിൻ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഒരു 7-8 ലീഡ്സ് വെച്ചിട്ട് നമ്മളെ സ്പ്ലിറ്റ് ചെയ്തു. അതിന് നമ്മളെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് നമ്മളെ ഹെഡ് കോർഡിനേറ്റർ ഭീമയായിരുന്നു നമ്മളെ കോർഡിനേറ്റർ വന്നിരുന്നത്. ബട്ട് ഇവർ ലീഡ്സ് ചോദിക്കുമ്പോഴും ലീഡ്സ് അല്ല അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇവർ ലീഡ്സ് തരാമെന്ന് പറഞ്ഞ് നമ്മളെ നന്നായിട്ട് പെൻഡിങ് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചോ ലീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായും ടൈം പിടിക്കുന്നു വിചാരിച്ചു നമ്മൾ വെയിറ്റ് ചെയ്തു. ബട്ട് അവർ ലീഡ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ബൾക്കിനായിരുന്നു. ബട്ട് നമ്മളോട് ജോബിൽ കയറുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്നു ബൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾക്ക് അഡ്മിഷൻസ് ത്രൂ നമുക്ക് ലീഡ് ചെയ്യാം, വർക്ക് ബൾക്ക് വേണിച്ചാൽ മാത്രം മതി എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. ബട്ട് നമ്മൾ ഓഫർ ലെറ്റർ ഒക്കെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 7th വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഇവർ ലീഡ്സിനെ പറ്റിയൊന്നും അല്ല നമ്മളോട് സംസാരിക്കുന്നത്, വെറും ബൾക്കിനെ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളിങ്ങനെ കോർഡിനേറ്റേഴ്സ് കണക്ട് ചെയ്യുമാരാണ് ഇനി ബൾക്ക് എടുക്കാൻ പോകുന്നത്. നമ്മളെ നന്നായിട്ട് നമ്മളെ പ്രഷർ ചെയ്തിരുന്നു. ഇങ്ങനെ അഞ്ജനയൊക്കെ നന്നായിട്ട് ഷൗട്ട് ചെയ്തിട്ട് മതി തന്നെ സംസാരിക്കും, നമ്മളാരും ബൾക്ക് എടുത്തിട്ടില്ല ചാലൊക്കെ. അങ്ങനെ നമ്മൾ ബൾക്ക് എടുത്തു. ഞാൻ എടുത്തത് 1 ബൾക്കായിരുന്നു. പല ആളുകളും ഫ്രഷേഴ്സ് വന്നവർ പുതിയതായി ജോബിലോട്ട് കയറി പല ആളുകളും 19 ബൾക്കും 8 ബൾക്കും ഒക്കെ എടുത്തവരുണ്ട്. ബട്ട് ഞാൻ 1 ബൾക്കാണ് എടുത്തത്. 599 ആയിരുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എമൗണ്ട് ഇറക്കി കളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിച്ചിരുന്നത് റിലയബിൾ ആണല്ലോ, നമുക്ക് ജെനുവിൻ ആണല്ലോ, 5 ഡേയ്സിൻ്റെ ഉള്ളിൽ റിട്ടേൺ വരില്ല, ഓൺ എമൗണ്ടെങ്കിലും റിട്ടേൺ വരില്ലേ നമ്മൾ അഷുറൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ജെനുവിൻ ആണ് വരും. അപ്പോൾ അതിൻ്റെ അവർ കുറേ മുമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തവരുടെയും ഒക്കെ കുറേ സ്ക്രീൻഷോട്ട്സും ബാങ്ക് ട്രാൻസ്ഫറിങ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജെനുവിൻ തന്നെ ആയിരിക്കും. അങ്ങനെ 7th ബൾക്ക് എടുത്തു. 7th കഴിഞ്ഞ് 11th അന്ന് ഞാൻ അവരോട് അപ്ഡേറ്റ്സ് ചോദിച്ചു എന്താണ് നമുക്ക് ഇതുവരെയായിട്ടും ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ. ബൾക്ക് എടുക്കേണ്ട ടൈം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഓഫീസ് ടൈമും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. ബട്ട് അതല്ല ഇപ്പോൾ ബൾക്കിന്റെ റിട്ടേൺ എമൗണ്ട് ചോദിക്കുമ്പോൾ ഇവർ പറയും നമ്മുടെ ഓഫീസ് ടൈം വരുന്നത് 10 to 9 ആണ്, 8 ആണോ എന്നൊക്കെ ഇവർ അപ്പോൾ പറയും. ബട്ട് അതല്ല ബൾക്ക് എടുക്കുന്നത് ബൾക്കിന്റെ കാര്യം വരുമ്പോൾ 12 o'clock നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. 12 o'clock അവർ അവൈലബിൾ ആയിരിക്കും, ഒന്നിനും ഒരു ഡിലേ ഉണ്ടാവില്ല ബൾക്ക് എടുക്കേണ്ട കാര്യമാകുമ്പോൾ. ബട്ട് റിട്ടേൺ ചോദിക്കുന്ന ടൈമിൽ അവർ പല ഉടായ്പകൾ ഇറക്കാറുണ്ട്. അങ്ങനെ 12th നമ്മൾ വെയിറ്റ് ചെയ്തു. ബട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ്സും ഇല്ല. അങ്ങനെ അവരുടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ വിശ്വ അഞ്ജിത അവരൊക്കെ ഒരു ദിവസം ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവർ ഫ്രോഡാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് അതിന് മുമ്പ് തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. ബട്ട് റിലയബിൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ വിശ്വയ്ക്ക് അങ്ങനെ എന്തൊക്കെയോ അതിൽ ഇഷ്യൂസ് ഉണ്ടാക്കി. ലാസ്റ്റ് ഇവരോട് ചോദിക്കുമ്പോൾ ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർ ഇതിപ്പോഴാണ് അറിഞ്ഞത്, ഫ്രോഡുകളാണ് ഇവർ ഇപ്പോഴാണ് അറിഞ്ഞേ. അങ്ങനെ പല ഉടായ്പകളും ഇവർ പറയാൻ തുടങ്ങി. അഞ്ജനയെ കാണാതെ, ഇതിന്റെ ടീം ഹെഡായിട്ടുള്ള അഞ്ജനയും രമിത്ത് CEO വരുന്നത്, ഇവർ രണ്ടുപേരും ഒരു റിപ്ലൈ ഇല്ല. ബൾക്കിന്റെ കാര്യമാകുമ്പോൾ ഇവർ എന്ത് അപ്ഡേറ്റ്സ് ആണെച്ചാലും അപ്പം ക്ലിയർ ചെയ്ത് തരും. കാരണം ബൾക്ക് പൈസ അവർക്ക് കിട്ടേണ്ട കാര്യം ആയതുകൊണ്ട് അവർ എന്തായാലും നമുക്ക് എപ്പോൾ ചോദിച്ചാലും അവർ അപ്ഡേറ്റ്സ് തരാറുണ്ട്. ബൾക്ക് എടുക്കാനും നമ്മളെ നന്നായിട്ട് പ്രഷർ ചെയ്യാറുണ്ട് ഇവർ. അങ്ങനെ നമ്മൾ ഇവർ ഒരു ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഇവർ നമ്മളോട് പറഞ്ഞു ഇപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ലീവാണ്, 14th നമുക്ക് എന്ത് മെയിൽ വരുമെന്ന് പറഞ്ഞു. ഈ രമിത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് കണ്ടതുകൊണ്ട് രമിത്ത് പറഞ്ഞു 14th നിങ്ങൾക്ക് ഒരു മെയിൽ വരും. ബട്ട് 14th മെയിൽ വന്നില്ല. അങ്ങനെയാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് പോകാൻ വേണ്ടി നമുക്ക് എന്തായാലും നമുക്കിത് ഈ ഒരു സ്കാം നമുക്ക് ഇനി ഒരാൾ പോയി ചാടരുതല്ലോ. കാരണം എത്ര 1 lakh 2 lakh എബവ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് നോക്കി നമുക്ക് എന്തായാലും ഇതിനൊരു റിയാക്ഷൻ വേണം. എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവാതുണ്ടാവും. ഞാൻ ചുരുക്കി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായ രീതിയിൽ. നമ്മളിപ്പോൾ ഒരു 6000 രൂപ കൊടുത്ത് ഒരു കമ്മീഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കമ്മീഷൻ നമുക്ക് കിട്ടും. ഏത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6000 രൂപ 12,000 രൂപ കൊടുത്ത് ഒരാളെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. കമ്മീഷൻ ചിലപ്പോൾ 1000 രൂപ ആയിരിക്കും, 500 രൂപ ആയിരിക്കും. അങ്ങനെ കമ്മീഷൻ നമുക്ക് ലാഭമായിട്ട് കിട്ടും. വലിയ എമൗണ്ടിൽ ബൾക്ക് എന്ന് പറയുന്ന സെറ്റപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുത്ത് ആ പരിപാടി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറച്ചുകൂടി കമ്മീഷൻ കൂടുതൽ കിട്ടും. അങ്ങനത്തെ പരിപാടിയാണ്. ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് ആള് പൈസ ഇറക്കണം. അതായത് ആദ്യം ഇവർക്ക് അയച്ചു കൊടുക്കണം. ഈ തട്ടിപ്പും മൂഞ്ചിപ്പും ഒക്കെ നടത്തിയില്ല, അവർക്ക് ആദ്യം വലിയ എമൗണ്ട് ആയാലും ചെറിയ എമൗണ്ട് ആയാലും അവർക്ക് ആദ്യം അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തതിന് ശേഷം ഇവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് എന്താ അഡ്മിഷൻ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത പൈസയും കിട്ടും, കമ്മീഷനും കിട്ടും, പിന്നെ അവർക്കും കുറച്ച് കൊടുക്കണം. അങ്ങനത്തെ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒന്നാം തരം മൂഞ്ചിപ്പ് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. നാറിയ പരിപാടി, തന്തയില്ലാത്ത പരിപാടി എന്ന് മലയാളത്തിൽ പറയത്തില്ല. ആ ഒരു സെറ്റപ്പിലുള്ള പരിപാടിയാണ് ഈ ടീം നടത്തി വെച്ചിട്ടുള്ളത്. ഇവനൊക്കെ ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് തിന്നുമ്പോൾ നിന്റെ കണ്ണാക്കി കൂടി ഇറങ്ങുന്നുണ്ടല്ലോടാ.
മുത്തുമണികളെ എന്നാണ് ചോദിക്കാനുള്ള. നാണോ ഇല്ലടാ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് മൂഞ്ചിച്ചിട്ട് സ്വന്തം കുടുംബത്തിനെ പോറ്റ. ഇതിനേക്കാളും നീയൊക്കെ പോയി തീരുന്നതാണ് നല്ലത്. മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്, അതായിരിക്കും നല്ലത്. വിടരുത്, ഒരു കാരണവശാലും ഇതുപോലത്തെ ചെറ്റകളെ പുറത്ത് വിടരുത്. എനിക്ക് അതാണ് പറയാനുള്ളത്. മറ്റൊരു പെൺകുട്ടി പറയുന്നത് കേട്ടു നോക്കാം. ഞാൻ അപ്ന ജോബ് വഴിയാണ് ഇവോക്ക എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തത്. നമുക്ക് ടീം മാനേജർ റോളാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഫസ്റ്റ് 3 days നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവോക്ക പറയുന്നത്. ഇന്റേൺഷിപ്പ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി. ഫസ്റ്റ് നമ്മളിത് പറഞ്ഞാൽ ടീം മാനേജറായിട്ട് കോളിങ് സ്റ്റുഡൻസിനെ കോൾ ചെയ്യാം, അതേപോലെ അവർ രജിസ്ട്രേഷൻ ചെയ്യാനായിരുന്നു പറഞ്ഞത്. പിന്നെ അവർ ബൾക്ക് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് പറഞ്ഞത്. ബൾക്ക് പറയാന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റുഡന്റിന്റെ കോഴ്സിന് ഫീ പറയാന്ന് വെച്ചാൽ 5,999 ആയിരുന്നു. അപ്പോൾ ഈ 5,999 നമ്മൾ ഓരോ ടീം മാനേജേഴ്സ് എടുക്കുക. ഇത്ര ബൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസ് ആ പേ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് 2,000-3,000 ആഡ് ചെയ്താൽ നമുക്ക് അതേ പ്ലസ് 5,999 പ്ലസ് ഒരു 2,000-3,000 നമുക്ക് ആഡ് ചെയ്ത് തരുന്നതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബൾക്ക് എടുത്തു. അതിൻ്റെ എനിക്ക് പേ ഔട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് കിട്ടി. അത് കിട്ടിയതിന് ശേഷം ഞാൻ ഒരു 10 ബൾക്ക് എടുത്തു. ഓൾമോസ്റ്റ് ഒരു 60,000 ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റിട്ടേൺ എമൗണ്ട് നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ച ആയിരുന്നു, വർക്കിംഗ് ഡേയ്സ് മാത്രമായിട്ട്. അപ്പം ചൊവ്വാഴ്ച നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഗ്രൂപ്പിൽ ലെഫ്റ്റായി നമുക്ക് റിപ്ലൈസും തന്നില്ല. രമിത് ആൻഡ് ചിഞ്ചു പറഞ്ഞ ആളാണ് ഇത് നടത്തിയിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ ABMs ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ABMs ആയിരുന്നു നമ്മൾ ജോയിനിങ്ങും നമ്മൾ ഓഫർ ലെറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ യാതൊരു കോൺടാക്ട് ഇല്ല. നമ്മളൊരു 200+ മെമ്പേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും 10 lakhും 20 lakhും വരെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു വിവരം ഇല്ലായിരിക്കണം. പിന്നെ അവർ അപ്പോൾ ഫ്രണ്ട്സിക്കോ അങ്ങനെ എവിടേക്കോ പുറത്തേക്ക് പോകാനൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ സഭ കോളേജിൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇവോക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നും കോളേജിലേക്ക് വന്ന് അങ്ങനെ ബൾക്ക് എന്ന പേരിലാണ് വന്നത്. നമ്മൾ ബൾക്ക് ഒരു എമൗണ്ട് എടുത്താൽ നമുക്ക് എക്സ്ട്രാ ഒരു 6,000 അങ്ങനെ എല്ലാ ബൾക്കിനും 6,000 വന്നിരുന്നത്. അപ്പോൾ അതിന് കൂടെ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആദ്യം ഒരു 6,000 രൂപയുടെ ബൾക്ക് എടുത്തു. അത് ഇൻവെസ്റ്റ് ചെയ്തു. അത് പറഞ്ഞ ഡേറ്റ് എന്നാൽ കിട്ടി, കുറച്ച് നീട്ടാലും കിട്ടി. അപ്പോൾ അത് കണ്ട കാരണം ഞാൻ കുറച്ചും കൂടി എമൗണ്ട് ആഡ് ചെയ്തു. ഒരു 36,000 രൂപ ആഡ് ചെയ്തു. അങ്ങനെ പിന്നെ അതിന് പറ്റിയൊരു വിവരമില്ല, മെസ്സേജ് അയച്ചത് റിപ്ലൈ ഇല്ല, കാര്യങ്ങളില്ല. ഇന്ന് തരാം നാളെ തരാൻ പറഞ്ഞിട്ട് കുറേ സെയിലായിട്ടാണ്. ഇപ്പോഴാണ് അറിയാൻ കിട്ടിയത് അവർ ഫ്രോഡായിരുന്നു, സ്കാമിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എനിക്ക് 36 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അവർ തരാമെന്ന് പറയുന്നത് ടോട്ടലി 98,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രം മതി. അങ്ങനെ കയ്യിരുന്ന പൈസ കൊടുത്ത് കൈയടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയായി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. എല്ലാവരുടെ പൈസയും കൊണ്ട് ആ നാറിയ ടീം മുങ്ങി. അതാണ് വേറൊരു വാസ്തവം. ഇവനെയൊക്കെ തക്കതായ നടപടി എടുക്കുക. പിന്നെ വേറൊരു കേസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരായാലും എന്തെങ്കിലും ഒരു സംഭവം എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ എടുത്ത് ചാടി പോകാതിരിക്കുക. എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മളൊക്കെ അന്വേഷിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ നമുക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ കയ്യിരിക്കുന്ന പൈസ അങ്ങ് പോയി മൂഞ്ചിത്തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. ഇതൊരുമാതിരി റമ്മി സെറ്റപ്പ് ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് പിടിക്കുന്ന രീതി. എന്തായാലും കൊള്ളാം, പണി പാലും വളർത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബൾക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെന്താണ് ഈ ബൾക്ക് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും കിട്ടിയില്ലാത്തൊരു സെഷൻ ആയിരിക്കും ബൾക്ക് സെഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഇപ്പോൾ ബൾക്ക് എന്താണെന്ന് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇൻസെന്റീവ് കയറാൻ ചാൻസ് ഉള്ള മറ്റൊരു സെക്ഷനാണ് ബൾക്ക് എന്ന് പറയുന്നത്. ഒരു ബൾക്ക് എന്ന് വെച്ചാൽ ഒരു അഡ്മിഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബൾക്ക് എന്ന് വെച്ചാൽ അഡ്മിഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ടാർഗറ്റിലേക്ക് കൂട്ടില്ല. നിങ്ങളുടെ ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് തരുന്ന കുട്ടികളുടെ നമ്പേഴ്സ് നിങ്ങൾ വിളിച്ച് ആ കുട്ടികളെ അഡ്മിഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിനെ ടാർഗറ്റ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ നല്ലൊരു എഫേർട്ട് അവിടെ വരണം. പക്ഷേ ഇപ്പോഴത്തെ ഈ ബൾക്ക് എന്ന സെക്ഷനിൽ നമ്മൾ വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ നമുക്ക് ഇൻസെന്റീവ് കയറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബൾക്ക് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരു ബൾക്ക് എന്ന് വെച്ചാൽ ഒരു അഡ്മിഷനാണ്. ഓക്കെ, അപ്പോൾ ബൾക്ക് എന്ന് വെച്ചാൽ അഡ്മിഷൻസ് തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഈ ബൾക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു കോളേജിൽ പോയിട്ട് നമ്മൾ ഈ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കോളേജിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തിരിച്ച് വരുന്ന റെസ്പോൺസ് വേറെ ഒരു രീതിയിലായിരിക്കും. നോർമലി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അഡ്മിഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യും. ആ രീതിയാണ് വരുന്നത്. പക്ഷേ ചില കോളേജുകളിൽ പോയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ അവർ പറയും, നിങ്ങൾ ഈ പറയുന്ന കുട്ടികളെ വിളിച്ച് അഡ്മിഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു വേണ്ട, നമ്മൾ തന്നെ ഈ കുട്ടികളോട് ഈ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ ഫീസ് കളക്ട് ചെയ്ത് തരാം. പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പ്രോഫിറ്റ് വേണം എന്ന് കോളേജുകാർ തന്നെ പറയും. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ബൾക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 5,999 ആണ്. പക്ഷേ ഇത്തരത്തിൽ ബൾക്കായിട്ട് എടുക്കുന്ന കോളേജുകളിൽ നമ്മൾ വാങ്ങിക്കുന്ന ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 5,999 എന്ന് പറയുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ 12K ഒരു 12,000 ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്നതനുസരിച്ച് കുട്ടികൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. IV അല്ലെങ്കിൽ ജോബ് ഫെയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റേൺഷിപ്പ് എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ കുറച്ച് കൂടുതൽ ഫീസ് വാങ്ങിക്കും. 12,000 ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6,000 നമ്മുടെ ഫീസാണ്. 5,999 നമ്മൾ പറഞ്ഞത് ഇത് 6,000 നമ്മുടെ ഫീസാണ്. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി നമുക്ക് 6,000 പ്രോഫിറ്റ് ഉണ്ട്. ഈ 6,000 കോളേജുകാർ പറയും നമുക്ക് 2,000 വെച്ച് വേണമെന്ന് പറയും. അപ്പോൾ ഓരോ കുട്ടിയിൽ നിന്നും അവർക്ക് 2,000 വെച്ച് കിട്ടും. പിന്നെ നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട്? 4,000 ഉണ്ട്. 6,000 2,000 പോയി ബാക്കി 4,000 നമ്മുടെ പ്രോഫിറ്റ് ഉണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഈ പ്രോഫിറ്റിൽ നിന്നും നമുക്കൊരു 1,000 എക്സ്ട്രാ തന്നിട്ട് നമുക്കൊരു ഓഫർ പ്രൈസ് തരും. അതായത് ഇത്രയും കുട്ടികളുടെ ഫീസ് കോളേജുകാർക്ക് കളക്ട് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഗ്യാപ്പ് എടുക്കും. അപ്പോൾ ആ അത്രയും ടൈം ഗ്യാപ്പിന് ഉള്ളിലായിരിക്കും നമുക്ക് ഈ ക്യാഷ് കുട്ടികളിൽ നിന്ന് കോളേജുകാർ കളക്ട് ചെയ്ത് തരാം. പക്ഷേ ഈ കുട്ടികളെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റേൺഷിപ്പിന് കയറ്റുക വേണം. അതിൽ ട്രെയിനിങ് നമ്മൾ ജോയിൻ ചെയ്യുക വേണം. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അടുത്ത ആഴ്ച തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ കുട്ടികളുടെ കയ്യിൽ ഫീസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ ഫീസ് വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ ടീം മാനേജേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ ഈ കുട്ടികളുടെ ഫീസ് കൊടുക്കുകയാണ്. കാരണം ഈ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെയിനിങ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി എന്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ടീം മാനേജേഴ്സ് തന്നെ എന്താ ചെയ്യുന്നത്? ഈ കുട്ടികളുടെ ഫീസ് കൊടുക്കും. 5,999 എന്ന് പറയുന്ന ഫീസ് കൊടുക്കും. ഓക്കെ, ആൻഡ് ഒരു 2 വീക്സ് കഴിഞ്ഞ് ഈ കുട്ടികളുടെ കയ്യിൽ ഫീസ് കളക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുത്ത ഫീസ് നമുക്ക് റിട്ടേൺ കിട്ടും.
ഈ റിട്ടേൺ കിട്ടുന്നതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4000 എന്ന് പറയുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിൽ നിന്നും ചിലപ്പോൾ 500 അല്ലെങ്കിൽ ഒരു 1000 കൂടി നമുക്ക് എക്സ്ട്രാ കയറും. അത് നമ്മുടെ ഇൻസെന്റീവ് ആണ്. കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ ഫീസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കൊടുത്ത ഫീസും നമുക്ക് റിട്ടേൺ കിട്ടും, കൂടാതെ ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. ഇതാണ് ബൾക്ക് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇനി വിശദീകരിക്കണമെങ്കിൽ ചുരുക്കിയൊന്ന് പറയാം. എന്റെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയും ഞാൻ വാങ്ങി. അത് തന്നെയാണ് വാസ്തവം. അതായത് 6000 രൂപ ഞാൻ കയ്യിലെന്ന് ആദ്യം വയ്ക്കണം. ഏത് ഈ നാറിയൊക്കെ കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഇത് പിരിച്ചു കിട്ടുമ്പോൾ ആ 6000 പിന്നെ അതിനോടുള്ള എന്റെ കമ്മീഷനും കൂടി എനിക്ക് കിട്ടും. ആ ഒരു സെറ്റപ്പിലാണ് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ട് എന്റെ കണ്ണാക്കി കൊടുത്ത പൈസ എല്ലാം കൂടി കൂട്ടി വെച്ച് യോ മരങ്ങ് മുങ്ങി നാട്ടുകാരെ മൂഞ്ചിച്ചു. കുറെ ആൾക്കാരെ മൂഞ്ചിച്ച് തേച്ചൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിലാണ് ഒരുത്തൻ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ആദ്യം കണ്ട ന്യൂസ്. ഇനി മറ്റൊരു പെൺകുട്ടി പറയുന്ന കേൾക്കാം. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ അഗ്നാർക്ക് വഴിയാണ് ഇവോക്ക എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമായിരുന്നു. പിന്നെ അത് ബൾക്കായി. അത് ഒരു കുട്ടിക്ക് 5990 രൂപയാണ് പറഞ്ഞത്. പിന്നെ അത് അവർ പറഞ്ഞ ഒരു ബൾക്കായിട്ട് നമ്മൾ എടുത്താൽ അതിൻ്റെ ഇൻസെൻറ്റീവായിട്ട് എമൗണ്ട് കൂടുതൽ കിട്ടും എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ ഓരോ ബൾക്കും എടുത്തു. ഞാൻ 19 ബൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 8 എടുത്തേണ്ടത് 6-ാം തീയതിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. അതാണ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് വിഷുവിൻ്റെ മുന്നേ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ 1,13,000 സംതിങ് കിട്ടാനുണ്ട്. എല്ലാവരും തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പിള്ളേർ മൂഞ്ചി തുപ്പിയിട്ടുണ്ട്. 10,000, 1000, 1500 രൂപ കമ്മീഷൻ പ്രതീക്ഷിച്ച് പോയതാണ്. എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കമ്മീഷൻ പ്രതീക്ഷിച്ച് പോയ പിള്ളേരാണ് ഈ അവസ്ഥയിലെത്തിയത്. ഇവനെ പോലുള്ള നാറികൾ. ഇവനൊക്കെ എങ്ങനെ സമാധാനത്തോടെ കിടന്ന് ഇറങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ചിട്ട് നാറികൾ. ഞങ്ങൾ കോഴിക്കോട് കോളേജിൽ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് ഒരു ഇവോക്ക ജൂടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ബൾക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞൊരു ജോബ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടാണ്. അതായത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ കുട്ടികളുടെ അഡ്മിഷൻ ഫീസ് വാങ്ങിയിട്ട് നമ്മളൊരു അവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാത്ത ടൈമിൽ നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് വാങ്ങുന്നത്. അതായത് ഒരു ബൾക്കിന് ഇപ്പോൾ 6000 rupees അങ്ങനെ വെച്ചാൽ അവർ വാങ്ങിയത്. അപ്പോൾ 6000 ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ ഫീസ് കിട്ടുന്ന ടൈമിൽ നമുക്ക് ആ പൈസ തിരിച്ചു തരുന്നതാണ്. അതും ആ കിട്ടുന്ന പൈസയും അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്കൊരു പേയ്മെന്റ് പേ ഔട്ട് ആയിട്ട് തരുന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടാൻ തുടങ്ങി. കാരണം ഞങ്ങൾ വിശ്വസിച്ച് പോയി. കാരണം കോളേജിലേക്ക് വന്ന ഒരു ടീമാണല്ലോ. അപ്പൊ ഞങ്ങൾ അത് വിശ്വസിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഒരു ബൾക്ക് ഇട്ട് അതിനവര് പേ ഔട്ട് ആയിട്ട് തരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനും ഇട്ടത്. ഞാനൊരു 6000 വെച്ച് ബൾക്കിനിട്ട് ഒരു പേ ഔട്ട് പറഞ്ഞത് 11,000 അങ്ങനെ അതായിട്ടാണ് തരാന്ന് പറഞ്ഞത്. അതിനുശേഷം അവര് പറഞ്ഞു പുതിയൊരു ഓഫർ ഉണ്ട്, ക്രിസ്മസ് ഓഫറാണ്. ആ ഒരു ബൾക്ക് ഇട്ടാലും ഇത്ര ഹ്യൂജ് ഓഫർ ആയിരുന്നു. 18,000 രൂപ ഒരു ബൾക്കിന് 18,000 വെച്ച് തരാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പൈസ ഇട്ട് പിന്നെ അതിനുശേഷം കുറച്ച് ലാഗായി കമ്പനി തന്നെ ഓടിക്കി നടക്കണം. അങ്ങനെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു മറുപടി ഇല്ല. അങ്ങനെ എന്നെ പോലെ ഒരു 100-300 സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് കേരളത്തിലെ തൃശ്ശൂർ, ഇടുക്കി, കൊല്ലം അങ്ങനെ എല്ലാ ജില്ലയിലുമായിട്ട് കുറെ പേര് ഇതിലേക്ക് പൈസ ഇട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എല്ലാവരും മുങ്ങിന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ഏകദേശം 4.5 കോടി രൂപയുടെ എമൗണ്ട് ആണ് ഇവരും കൊണ്ടുപോയതാണ് പറഞ്ഞത്. ഈ ഫോട്ടോയിൽ കാണിച്ച് കൊടുത്തിരിക്കുന്ന അഞ്ജന എന്നായിരുന്നു പേര്. ഇവര് കമ്പനി HR എന്നൊക്കെയാണ് പറഞ്ഞത്. അഞ്ജനയും പിന്നെ ഒരു റെബിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവരാണ് ഇതിന്റെ CEO എന്ന് പറഞ്ഞത്. ഇവർ 2 പേരായിരുന്നു. പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവരുടെ പേര് അഞ്ജന എന്നല്ല ചിഞ്ചു എന്നാണ് പിന്നെ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ കൊടുത്ത പൈസ ഇതുവരെ 4 മാസമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ അതിനുശേഷം ഒരു റെസ്പോണ്ട് തന്നിട്ടില്ല. ഇന്ന് തരും, നാളെ തരും, മറ്റന്നാൾ തരും എന്നൊക്കെ പറഞ്ഞ ഓരോ കാരണങ്ങളല്ലാണ്ട് ഇവരെ കാണാനും ഇല്ല. അവരെ നമ്പേഴ്സും ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇവരെവിടാണെന്നും കൂടി അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാണണോടെ, എന്തൊക്കെ തട്ടിപ്പാ നടത്തുന്ന. ഇങ്ങോട്ട് അഡ്മിഷന് വരുന്ന പിള്ളേരുടെ പൈസ ഇവര് നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് നാളെ ആ പിള്ളേരെ തിരിച്ചടയ്ക്കുമ്പോൾ അതും അതിൻ്റെ കൂടെ ബാക്കി കമ്മീഷനും ചേർത്തെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഉള്ള പൈസയെല്ലാം പറക്കി എൻ്റെ കണ്ണാക്കി ചുരുക്കി കൊടുത്ത്. സത്യം വല്ലാത്ത അവസ്ഥ. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് ചങ്ങനാകുളത്ത് ഒരാളാണ്. ഈ ഇവോക്ക ടീം ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് ഞങ്ങൾക്ക് അവർ കോഴ്സിനെ കുറിച്ചും പിന്നെ പാർട്ട് ടൈം ജോബിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. അതിന് വേണ്ടി അവർ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ആഡ് ചെയ്തു. എന്നിട്ട് ഗ്രൂപ്പിൽ ഞങ്ങളോട് ബൾക്കിനെ കുറിച്ചും പിന്നെ പാർട്ട് ടൈം ജോബ് ബൾക്കും ഡാറ്റ കളക്ഷനാണെന്ന് പറഞ്ഞു. ബൾക്ക് എടുക്കുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്സും കൂടുതൽ ഏണിംഗ്സും ബൾക്ക് എടുക്കുന്നവർക്കാണ് പറഞ്ഞാണ് ഞങ്ങളോട് ബൾക്ക് എടുപ്പിച്ചത്. ബൾക്ക് എടുത്തു. ഞങ്ങൾക്ക് ഫസ്റ്റിലൊക്കെ റിട്ടേൺ പേ ഔട്ട് ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ എടുത്തു. അവർ ഞങ്ങളോട് ബൾക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരുപാട് എമൗണ്ട്സ് തരും. എന്നിട്ട് പറയും ഇതൊക്കെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 95,000 കിട്ടും, 2 ലക്ഷം കിട്ടും, 1.5 ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിപ്പിച്ചാണ് ബൾക്ക് എടുപ്പിച്ചത്. അങ്ങനെ ഒരു 36 ബൾക്ക് ലാസ്റ്റ് എടുത്തു. അങ്ങനെ ഒരുപാട് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് റിട്ടേൺ തരാതായി. ഡിലേ ആവാൻ തുടങ്ങി. ഡിലേ ആയി പിന്നെ ഞങ്ങൾക്ക് ഒന്നും തരാതെയായി. ഞങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ കോൾ ചെയ്താൽ ഇല്ല, മെസ്സേജ് നോക്കില്ല, റെസ്പോണ്ട് ഇല്ലാതായി. പിന്നെ ഗ്രൂപ്പിൽ വന്നിട്ട് മെയിൽ അയക്കാന്ന് പറയും. മെയിൽ അയക്കാന്ന് പറയല്ലാതെ ഒരു മെയിൽ പോലും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളോട് റിസൈൻ ചെയ്ത് പോകാൻ പറഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പിൽ ക്യാഷ് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്ത് പോകാൻ പറയും. റിസൈൻ ചെയ്തിട്ട് പോലും അവർ റിട്ടേൺ മെയിൽ അയച്ചില്ല. റിസൈൻ ചെയ്ത് റിട്ടേൺ മെയിൽ അയച്ച് 7 ഡേയ്സിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ക്യാഷ് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞതാ. 7 ഡേയ്സ് കഴിഞ്ഞ് 15 ഡേയ്സ് കഴിഞ്ഞ് ക്യാഷ് റിട്ടേൺ കിട്ടുന്നില്ല. ഞങ്ങൾ പ്രശ്നമാക്കിയപ്പോൾ അവർ പറഞ്ഞു മെയിൽ അയക്കാം, ട്യൂസ്ഡേ മെയിൽ പറഞ്ഞു. ട്യൂസ്ഡേ അയാൾ ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ച് പോയി എന്ന് മാത്രമല്ല ഞങ്ങൾ ആരും കോൺടാക്ട് ചെയ്തിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവർ വൈറ്റിലേ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അവർക്ക് ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ട്സും അതുപോലെ
അവരയച്ച വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് 2 ലക്ഷം രൂപ ഇതിന് ലോസ് ആയിട്ടുണ്ട്. 2 ലക്ഷം രൂപയോളം ലോസ് ആയിട്ടുണ്ട്. അവസ്ഥ ആലോചിച്ചു നോക്ക്. എവിടെ നിന്നൊക്കെ ആയിരിക്കും അവർ ആ പൈസ ഒപ്പിച്ച് കൊണ്ടുകൊടുത്ത് അവസാനം മൂഞ്ചിയ അവസ്ഥയിലായത്. അതുപോലെ തന്നെ ഇവർ ട്രിവാൻഡ്രത്തും ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, അതുകൊണ്ട് തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കമ്പനിയുടെ പേരൊക്കെ എടുത്തു കൊടുത്ത് അതിൻ്റെ അകത്ത് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനമില്ല, അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൂടും കൊടുക്കുകയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അവിടെയും പറയുന്നത്. അങ്ങനെ മൊത്തം ഒന്നാം തരം ഉടായ്പാണ്. ഇനി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പരാതി ഇവിടെ കൊടുക്കാം. തല പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് ചെന്നതിൻ്റെ പരാതി, ബട്ട് അവിടെ പോയപ്പോൾ അവരോട് പറഞ്ഞത് സൈബർ സെൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ, പരാതി വാങ്ങിയില്ല, പിന്നെ പോകാൻ പറഞ്ഞു. അതായത് സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് എനിക്ക് അറിയത്തില്ല ഇത് എത്രത്തോളം ആ ഒരു സെറ്റപ്പിൽ പോകുന്നു. ആ പരാതി ഞാനൊന്ന് വായിക്കും. ഡിസംബർ 26 ഭാര്യയ്ക്ക് അപ്ന ആപ്പിൽ നിന്നും ഒരു ഇവോക്ക എഡ്യൂക്കേറ്റ് എന്ന കമ്പനിയിൽ നിന്നും ജോബ് ഓഫർ വരികയും ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്ത ശേഷം ഇവർ കോളേജ് സ്റ്റുഡന്റിന് ഇന്റേൺഷിപ്പ് ഫീസ് മുൻകൂറായി അടച്ചാൽ നിശ്ചിത ദിവസങ്ങൾക്ക് ഉള്ളിൽ കൊടുത്ത പൈസയും ലാഭവും തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചു. ഇതിൽ എന്റെ ഇത്ര എമൗണ്ട് രൂപ അവരുടെ കയ്യിൽ പറഞ്ഞ ഒരു വാക്കും കമ്പനി പാലിച്ചിട്ടില്ല. തുടർന്ന് ഞാൻ എന്റെ പണം തിരികെ വേണമെന്ന് മെയിൽ അയക്കപ്പെടുകയും 15 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ കമ്പനി കബളിപ്പിച്ചു. ഒരുപാട് പേർ രംഗത്ത് വന്നു. ആയതിനാൽ 15 വർക്കിംഗ് ഡേയ്സ് കാത്തിരുന്നാലും ഇവർ തിരിച്ചു തരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നതിനാൽ നിയമപരമായി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെപ്പോലെ 200-ലേറെ പേർ ഒരുപാട് സ്ഥലത്തായി ഇവരുടെ ചതിക്കിരയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. FIR ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനോട് സൈഡിൽ കൊടുക്കാം. അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. FIR ഇട്ടിട്ടില്ല, പരാതി കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. സത്യം പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇതൊരു സൈബർ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ തട്ടിപ്പ് നടത്തിയത് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കേസെടുത്ത് ഇവന്മാരകത്താക്കി പൂട്ടണം. ജസ്റ്റ് സൈബർ കേസായിട്ട് ഇട്ട് നീട്ടി വിടേണ്ട ഒരു കേസല്ല. ഒരുപാട് ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇവനെ പോലുള്ള നാറികൾ എന്തുകൊണ്ട് വീണ്ടും ഇവിടെ എറ്റി പെരുകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമം അത്രയും വലിയ സ്ട്രോങ് ആയതുകൊണ്ടാണ്. അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവന്മാർ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ചാറ്റ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു സംഭവം ഇവിടെ കൊടുക്കാം. നമ്മളിപ്പോൾ ശാരീരിക സ്ക്രീൻഷോട്ട് ജസ്റ്റ് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. അതായത് നമുക്ക് പേയ്മെന്റ് ഡിലേ വന്ന ടൈമിൽ നമുക്ക് പേയ്മെന്റ് നല്ല രീതിയിൽ ഡിലേ വന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം പിന്നെ മാതിരി നമ്മൾ ബൾക്ക് ക്ലോസ് ആവാൻ ഡിലേ ആയതുകൊണ്ട് തന്നെ കോളേജിൽ പേയ്മെന്റ് ചോദിക്കുമ്പോൾ അവർ ഇവരുടെ അടുത്ത് വല്ലാതെ റീസ് ആകുന്നു. ഇവരെ വഴക്ക് പറയുന്നു. പേയ്മെന്റ് കളക്ട് ചെയ്യും, ലൈക്ക് നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ എല്ലാ ബൾക്കും ഇതുപോലെ ലേറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്യണമെന്നും നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഡിലേ എന്നുള്ള രീതിയിൽ ഇവരെ വഴക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് MOU ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്തത്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ടീമിലെ എല്ലാ മെമ്പേഴ്സും തന്നെ ബൾക്ക് എടുത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബൾക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇവർ പിന്നെ ബൾക്കുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറയും. നമ്മൾ റിലീസുകൾ ചോദിക്കുമ്പോൾ കാരണം നമ്മൾ പറയുന്നത് നമ്മൾ റിലീസ് തന്നാലും നമ്മൾ ബൾക്ക് എടുക്കാന്ന് പറയുമ്പോഴും ഇവർ ഇതൊക്കെയാണ് പറയുന്നത്. റിലീസ് ചെയ്യാൻ കോളേജുകാർ ഫണ്ട് തരുന്നില്ല, നിങ്ങൾ ബൾക്ക് ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് കോളേജുകാർ റിലീസ് തന്നില്ല, അവർ പിന്നെ ഒരു ഡേറ്റ് തരുന്നു. അപ്പം ഇതിപ്പം എവിഡൻസ് ആയിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ ഒരു ഡ്രാമയായിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡ്രാമയായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സുഭാഷ് സാർ ഇല്ല, ഈ ചാറ്റൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത ചാറ്റാണ്. അപ്പം ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ഉടായ്പ സാധനം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം കയ്യിൽ നിന്ന് പൈസ വയ്ക്കും. അഡ്മിഷൻ പിള്ളേരെടുക്കുമ്പോൾ ആ പൈസയും അതിന്റെ കമ്മീഷനും കൂടി ചേർത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇവർ കയ്യിൽ നിന്ന് ആദ്യം തന്നെ അങ്ങോട്ട് പൈസ കൊടുക്കും. യുവമാർ എണ്ണാക്കി ചൊരുക്കി കൊടുക്കും. യുവമാർ ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഒറ്റ മുങ്ങലം മുങ്ങി. അതാണ് സംഭവിച്ചത് നിലവിൽ. അല്ല, ഒന്നാം തരം തന്തയില്ലാത്ത പരിപാടി തന്നെയാണ്. അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം. അതുപോലെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആ പൈസയും തിരിച്ചു കൊടുക്കപ്പെടണം. ഇനി ഇവന്റെ ഭാര്യയും നല്ല ഒന്നാം തരം കളി കളിക്കുന്നുണ്ട്. അവരെയും കുറിച്ച് ഇതൊക്കെ തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ള കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കമ്പനി അവന്റെ പേരിലായതുകൊണ്ട് തന്നെ എല്ലാം അവന്റെ അണ്ണാക്കി മാത്രം ചൊരി വയ്ക്കും. അവന്റെ അണ്ണാക്കിൽ മാത്രം ചൊരി വച്ചാലും ഇവന്റെയൊക്കെ കയ്യിൽ ഇത്രയും പൈസ തട്ടിയല്ലോ, 4 കോടി പ്ലസ് ഇവൻ തട്ടിയെടുത്ത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 10-20 ലക്ഷം വാരി എറിഞ്ഞാലും അവന് സുഖമായിട്ട് ഇറങ്ങി പോകാന്നുള്ള അവസ്ഥയാണ് ഇവിടുത്തെ നിയമ സംവിധാനം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ ഒരു കേസിൽ. കാരണം ഞാൻ മുന്നേ ഇതേപോലത്തെ ഒരു സാമ്യമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കേസ് ചർച്ച ചെയ്ത സമയത്തും എനിക്കിതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്കിലും ആ പിടിച്ചവനെ വെറുതെ വിടാണ്ട് എങ്ങനെയെങ്കിലും ആ നഷ്ടപ്പെട്ട പൈസ ആ പിള്ളേർക്കും ആൾക്കാർക്കൊക്കെ തിരിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇതുപോലത്തെ നാറികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ തൂക്കിക്കൊന്നാലും ഒരു കുഴപ്പമില്ല. നല്ല കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനൊക്കെ ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് ഇവന്റെയൊക്കെ കുടുംബത്തിനെ പോറ്റി വളർത്തുമ്പോൾ ആലോചിക്കണം താമരകൾ ഏതൊക്കെ ലെവലിൽ എത്തുമെന്ന്. ഇവന്റെയൊക്കെ മക്കളായാൽ കൂടി ആലോചിച്ചാൽ മാത്രം മതി. ഇവനൊക്കെ ഇങ്ങനെ കുറെ തട്ടി എടുത്തിട്ട് അവസാനം രാജ്യമുണ്ട് വല്ല യൂസിലോ ദുബായിലോ ഒക്കെ പോയി അവിടെ അങ്ങ് സെറ്റിലാവും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന പരിപാടികൾ. 4 കോടി മതിയല്ല അവന് ജീവിതകാലം മൊത്തം ജീവിക്കാൻ. അതുകൊണ്ട് ആലോചിച്ച് നോക്ക്, ഇവനൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതുപോലത്തെ ഒരുപാട് അപ്പനെയും കിപ്പനെയും കൊണ്ട് വരും. ഇതുപോലത്തെ സാധനങ്ങൾ, ആപ്ലിക്കേഷനും ഇതുപോലത്തെ ഉടായ്പ പരിപാടിയായിട്ട്. അതുകൊണ്ട് ദയവേറിട്ട് തക്കതായി ശിക്ഷ കൊടുത്ത് അകത്തിട്ട് തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനമുണ്ട്. അതുപോലെ ആ പിള്ളേർക്ക് കിട്ടാനുള്ള പൈസകളും കാര്യങ്ങളും കൊടുത്ത് ഈ കാര്യം
തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ആരും ഇതുപോലത്തെ ഉടായ്പകളിൽ പോയി വിഴാതിരിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാറികളുടെ അടുത്ത്.